കുർബാന തർക്കത്തിന് ശേഷം സമവായ ചർച്ചയ്ക്ക് ശേഷം വൈദികർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പാബ്ലാനി പിതാവിനെ വിളിച്ചു. അദ്ദേഹം വാസ്തവത്തിൽ ഒരു ട്രീറ്റ്മെന്റിനായിട്ട് തലശ്ശേരിയിലേക്ക് ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത്, എനിക്ക് 20-ാം തീയതി അല്ലാതെ എൻ്റെ ട്രീറ്റ്മെന്റ് കഴിയാതെ ഒരു ഡിസ്കഷന് സാധ്യമാകില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാർ പറഞ്ഞു, ആ 21 അച്ഛന്മാർ കഴിഞ്ഞ 9-ാം തീയതി ആരംഭിച്ച പ്രാർത്ഥനാ യജ്ഞം, അവിടെ നിന്നാണല്ലോ പോലീസ് ഇന്നലെ വെളുപ്പിന് അവരെ പുറത്താക്കിയത്. അങ്ങനെയാണെങ്കിൽ ആ 21 വൈദികരെയും അവിടേക്ക് തന്നെ റെസ്റ്റോർ ചെയ്യണം. അവരുടെ പഴയ സ്ഥലത്ത് പ്രാർത്ഥനാ യജ്ഞം തുടരണം. പിതാവ് വരുന്ന ഡേറ്റ് വരെ അവർ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നോളും. ഒരു പ്രശ്നം അവരുണ്ടാക്കില്ല. അങ്ങനെ ഒരു സത്യവാങ്മൂലം ഉമേഷ് സാറിന്, കളക്ടർ സാറിന് കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഒക്കെ വന്നപ്പോഴാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ യാത്ര, തലശ്ശേരിക്കുള്ള യാത്ര തിരിച്ച് എറണാകുളത്തേക്ക് വരികയാണ്. തൃശ്ശൂർ വരെ എത്തി അദ്ദേഹം എറണാകുളത്തേക്ക് വരികയാണ്. അപ്പോൾ ഇന്ന് രാത്രി 10:30 ഈ അവിടെ ഇരുന്ന 21 വൈദികരുമായിട്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ വിക്കർ ഈ അച്ഛന്മാരെ ആയിട്ട് 21 അച്ഛന്മാരുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ ഈ ചർച്ചയിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട്, വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പരിഹാര ഫോർമുല, ഒറ്റ രാത്രി കൊണ്ട് എല്ലാ പ്രോബ്ലം തീരില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു ചർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ ഒരു ഉറപ്പ് കളക്ടർ സാറിന്റെ മുൻപിൽ വെച്ച് മാർ ജോസഫ് പാംബ്ലാനി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളും അദ്ദേഹത്തിനോട് പറഞ്ഞു, കൺസ്ട്രക്റ്റീവായിട്ടൊരു ചർച്ച നടത്താം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്. ഇത് വളരെ ഹോപ്പ്ഫുള്ളായിട്ട് മാറും. ഇപ്പോഴത്തെ ഈ ഒരു ടെൻസ്ഡ് സിറ്റുവേഷനിൽ നിന്ന് ഒരു പരിഹാരം, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പോകും. കാരണം ഇത്രയും നാൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ വൈദികര് ഇങ്ങനെ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്തിയെന്ന് ചോദിച്ചാൽ, മുൻപുണ്ടായിരുന്ന ഫോർമർ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ ഞങ്ങളെ ആരെയും കാണാൻ തയ്യാറായിരുന്നില്ല, ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. മേജർ ആർച്ച് ബിഷപ്പും ഞങ്ങളെ ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ അച്ഛന്മാർ നടത്തിയ ഈ ഒരു പ്രതിഷേധ സമരം, അവർ അനുഭവിച്ച സഹനം, അതിന്റെ ഒരു ഫലമാണ് അറ്റ്ലീസ്റ്റ് ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് സംസാരിക്കാനെങ്കിലും അത് ശ്രവിക്കാനായിട്ട് ഇപ്പോഴത്തെ മെത്രാപ്പോലീത്ത ജോസഫ് പാംബ്ലാനി പിതാവ് തയ്യാറായത്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ 21 വൈദികർ ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നലെ വെളുപ്പിന് അനുഭവിച്ച സഹനത്തിന്റെ ഫലമാണ്. ഞങ്ങളുടെ ഫാദർ ജോയ്സ് കൈതക്കോട്ടിൽ അച്ഛൻ അനുഷ്ഠിച്ച നിരാഹാര സമരത്തിന്റെ ഫലമാണ്. അറ്റ്ലീസ്റ്റ് ഒരു ചർച്ച, ഏത് പ്രശ്നവും ചർച്ചയിലൂടെ മാത്രമേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ജോസഫ് പാംബ്ലാനി പിതാവ് തയ്യാറായിട്ടുണ്ടെന്നുള്ളത് ഞങ്ങളേറെ സന്തോഷത്തോടെ എല്ലാവരെയും അറിയിക്കും. സഭാ ചട്ടക്കൂടിൽ മാത്രം 21 വൈദികർ, കൂരിയ മെമ്പേഴ്സ് ആരും ആ ചർച്ചയിൽ ഉണ്ടാവില്ല. 21 വൈദികരും ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയും മാത്രം. അതൊന്നും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നില്ല. ലെറ്റ് ദർ ബി എ ഡിസ്കഷൻ. അല്ല, അത് നമുക്കറിയാലോ, വിഷയങ്ങൾ ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ ഡിസ്കഷൻ നടത്തട്ടെ. ഡിസ്കഷൻ നടത്തുമ്പോഴാണല്ലോ ഈ അച്ഛന്മാർ അനുഭവിച്ച പീഡനങ്ങളും അവരെല്ലാ കാര്യങ്ങളും പറയേണ്ടത് വരുമല്ലോ. അപ്പൊ നമ്മളൊക്കെ കേട്ട് പരിചരിച്ച, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വിഷയങ്ങൾ അതെല്ലാം ചർച്ച ചെയ്യപ്പെടും. എന്ന് വിചാരിച്ച എല്ലാ വിഷയങ്ങളും ഒറ്റ ചർച്ച കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കപ്പെടില്ലല്ലോ. അപ്പോൾ അതെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടും തീർച്ചയായും. അല്ല, ചർച്ച ബിഷപ്സ് ഹൗസിന്റെ ഉള്ളിൽ വെച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ബിഷപ്സ് ഹൗസിന്റെ ഉള്ളിൽ 21 വൈദികരെ കൂടാതെ മറ്റ് 28 വൈദികരുണ്ട്. അപ്പൊ ഞങ്ങൾ കളക്ടർ സാറിന് കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പിതാവ് 21 വൈദികരുമായി ചർച്ചയ്ക്ക് വരുമ്പോൾ മറ്റ് 28 പേരും അരമനയിൽ നിന്നും, അരമന കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് വരും. ഞങ്ങൾ അൽമായർ ആരും ആ കോമ്പൗണ്ടിലേക്ക് കടക്കുകയില്ല എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പ്. 21 വൈദികർ അകത്ത് കയറ്റി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുമായിട്ട് ചർച്ച നടത്തും 10:30.
ബാരിക്കേഡുകളൊക്കെ മാറ്റും ആ സമയത്ത് തീർച്ചയായും. ഓക്കെ, താങ്ക് യു. പ്രതിഷേധം തുടരുന്ന 21 വൈദികരുമായി ജോസഫ് പാംബ്ലാനി നേരിട്ട് ചർച്ച നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ധാരണ. ഇന്ന് രാത്രി 10:30-ക്കാണ് ആ ചർച്ച നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അവർ.